ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മളുടെ മൈൻക്രാഫ്റ്റ് എടുത്തിരിച്ചു വന്നേക്കാണ്. സോ ഗൈസ്, നമ്മളെ മൈൻക്രാഫ്റ്റ് നമുക്ക് ഒത്തിരി വ്യൂസ് കിട്ടും കേട്ടോ. അതായത് മൈൻക്രാഫ്റ്റ് എത്ര വ്യൂസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റിന് എനിക്ക് തോന്നുന്നു 330 വ്യൂസോളം കിട്ടി നമുക്ക്. സോ അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ആൻഡ് നിങ്ങളാരും കണ്ടവരാരും സബ്സ്ക്രൈബ് ചെയ്തില്ല, അത് കുഴപ്പമില്ല ഗൈസ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കണ്ടോ. ഓക്കെ, സോ ഗൈസ്, അപ്പം നമുക്ക് ഇത് തുടങ്ങാം ഗൈസ്. അപ്പം നമ്മൾ അയൺ വരെ കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പം ബാക്കി നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം അന്ന് നമ്മൾ ഇതേപോലെ ഈ നൈറ്റിലാണ് കേട്ടോ നമ്മൾ നിർത്തിയത്. സോ ഗൈസ്, അപ്പം നമ്മൾ പുതിയൊരു ഡേ തുടങ്ങി. സോ അപ്പം നമ്മൾ ഡേ തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു 2-3 ഡേ കഴിയുമ്പോൾ നമ്മൾ നിർത്തും. സോ സോംബികളെല്ലാം പുറത്ത് നിൽക്കണം കേട്ടോ. ഒരു കൂട്ടം സോംബികളുണ്ട്. ഓക്കെ ഓക്കെ, കോപ്പറിങ് കോഡ് നമുക്ക് ഏകദേശം കിട്ടിക്കഴിഞ്ഞു. സോ അതിന് നമ്മുടെ ഇൻവെൻട്രി ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെക്കാം, നമ്മളെ ക്യാമറ കൊണ്ടിരിക്കട്ടെ. ആൻഡ് ഇനി നമുക്ക് കോപ്പർ കിട്ടാറുണ്ട്. നമുക്ക് അയൺ സോഡ്, നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. ഞാൻ ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതും വേണം. എന്തിൻ്റെ പേര്, എന്താ അതിൻ്റെ പേര്, വുഡ് വേണം. ഓക്കെ, നമുക്ക് പുറത്തോട്ടിറങ്ങിയിട്ട് കുറച്ച് വുഡ്. മഴ വരുന്നൊരു ഡൗട്ട് കേട്ടോ. മേഘം അവിടെ ഇരുണ്ടിരിക്കുന്നു. സോ അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ഫുഡ് കളക്ട് ചെയ്യണം. ഓക്കെ, ഫുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഒത്തിരി ഒന്നും ഇല്ല. നമ്മളെ ഈ ബണ്ണിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോൺ സോഡ് അത് തീരാറായി. ആ സ്റ്റോൺ സോഡ് നമുക്ക് കുറച്ച് വുഡങ്ങ് ഉണ്ടാക്കിയേക്കാം. വുഡങ്ങ് വെട്ടിയെടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മരം മൊത്തം നമ്മൾ വെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മഴ വരുവാന്ന്. ഓക്കെ, മഴ വരുവാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് പോയി നോക്കാം. ഇത്രയും വുഡ് മതിയോ നമുക്ക് നോക്കാം. സോ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്താലാണ് വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം കേട്ടോ. ഓക്കെ, സോ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, നമുക്ക് എത്ര ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും? ജസ്റ്റ് 2 ചെസ്റ്ററാ. നമ്മുടെ ഇൻവെന്ററി ഫുള്ളാന്ന് തോന്നുന്നു, അതായിരിക്കും ഇത് കേറാത്തത്. അപ്പം ഇതെടുത്തിട്ട് പുറത്തിട്ട്. ഓക്കെ, 2 ചെസ്റ്റ് ഉണ്ട്. അപ്പം 2 ചെസ്റ്റിൽ ഒരെണ്ണം ഞാൻ ഇവിടെ വെക്കാം, ഒരെണ്ണം ഇവിടെ വെക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുവാണ്. സോ ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മതിയല്ലോ. ഈ സ്റ്റോൺസ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഷവർ ഇതൊന്നും ആവശ്യമില്ല. ഓക്കെ, പിക്കാക്സ് നമുക്ക് തീരാറായ കാരണം അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് അയണ്ട സോറുണ്ടെങ്കിൽ നമുക്ക് ഇത് ആവശ്യമില്ല. നമുക്കപ്പം ഇതങ്ങനെ ഇൻഡിവിജ്വലായിട്ടേ ഇരിക്കത്തുള്ളൂ. ഓക്കെ, സോ അത് നമ്മൾ ബാക്കി മറ്റേ ബെഡ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. ഓക്കെ, സോ ഇതും സീഡ്സ് എല്ലാം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് ഫാം തുടങ്ങാം എന്തായാലും. നമുക്ക് കുറച്ച് അയൺ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫാം തുടങ്ങാം എന്തായാലും. ഓക്കെ, സോ നമ്മുടെ ഫുഡുകൾ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഷവല്, പിക്കാക്സ്. ഓക്കെ, ബാക്കിയെല്ലാം ഇങ്ങോട്ട് നമ്മളെ സോർട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഇൻവെന്ററി ഏകദേശം നല്ല രീതിക്ക് കാലിയായിട്ടുണ്ട്. സോ ഓക്കെ, നമ്മളെ മാനങ്ങി ഇരുണ്ട് കയറി കിടക്കുകയാണ് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ കുറേ എണ്ണം, ഒരു 10-15 എണ്ണം ഉണ്ട്. എല്ലാം ഈ പുറത്തോട്ടിറക്കാം. ഇങ്ങനെ കൊല്ലുന്ന ഇറങ്ങാണ്. ഓക്കെ ഓക്കെ
നമുക്ക് ഈ റോട്ടൺ ഫ്ലഷ് വേണ്ട കേട്ടോ, അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനേ കൊള്ളാവും. ഇത്ര ക്രീപ്പർ എടാ ഈ ഒരു ഡാർക്ക് പ്ലേസ് ആയതുകൊണ്ടേ നല്ല സീനാണ്. സോംബി ഇറങ്ങുന്ന പോട്ടെ. അപ്പോൾ ഒരു ക്രീപ്പർ പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി ക്രീപ്പേഴ്സിനെ നമ്മൾ ഇവിടുന്ന് ക്രീപ്പേഴ്സിനെ മാക്സിമം എല്ലായിടത്തും കൊണ്ട് കളഞ്ഞേ പറ്റും കേട്ടോ. കാരണം ഈ ക്രീപ്പർ ഭയങ്കര സീനാണ്. കാരണം ഈ അയങ്കോളം ഇതിനെ ഞാൻ അവിടെ നിന്ന് മാറാൻ നോക്കിയത് മാറാനും പറ്റില്ല. ഓക്കെ അപ്പം നമ്മൾ അന്നൊരു ഹണി ബീ ഫാം ഉണ്ടാക്കാന്ന് പറഞ്ഞായിരുന്നു. ബട്ട് നമുക്ക് നമ്മളന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ അന്ന് ഇതുപോലെ ഹണി ബീ ഫാം വെക്കണമെന്ന്. പക്ഷെ ഞാൻ മറന്നു വേണ്ടതെന്ന് വെക്കാൻ. സോ നമുക്ക് അന്ന് ഗ്ലാസ് നമ്മൾ എടുത്തായിരുന്നു തോന്നില്ലേ, നമ്മൾ എല്ലാം എടുത്ത് സെറ്റ് ആക്കിയെന്ന് തോന്നുന്നല്ലോ. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം പോയെന്ന് തോന്നുന്നു. സോ അപ്പം നമുക്ക് അത് ഞാൻ മറന്നു പോയതാണ്. സോ നമുക്ക് എന്തായാലും ഇന്നങ്ങ് സെറ്റ് ചെയ്താലോ അത്. ഓക്കെ, അത് ഇന്ന് നമുക്ക് സെറ്റ് ചെയ്യും. രാത്രി ആവുന്നതിന് മുമ്പേ നമുക്ക് ഗ്ലാസ് എല്ലാം സെറ്റ് ആക്കിക്കൊണ്ട് വരണം. ആൻഡ് ഗ്ലാസിന്റെ കൂടെ കുറച്ച് വുഡും കൂടി നമുക്ക് വേണം. കാരണം പ്ലാങ്ക് വെച്ച് നമുക്ക് ഇന്ന് വുഡൻ പ്ലാങ്ക്സ് വെച്ച് നമുക്കങ്ങ് സെറ്റ് ആക്കാം കേട്ടോ. സോ വുഡൻ പ്ലാങ്ക്സ് വെച്ച് സെറ്റ് ആക്കുവാണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ല. അതായത് നമ്മൾ ഇത്രയും കോള് നമുക്ക് വേസ്റ്റ് ആവത്തില്ല. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഇതുവരെ ഒരു മഴ കേട്ടില്ല കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സോ തണ്ടർ സ്റ്റോം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അത് എന്തെങ്കിലും ഒരു ദിവസം വരുന്നത്. അപ്പം നമുക്ക് കോപ്പറിന്റെ ഒരു സംഭവം ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തണ്ടറിനെയൊക്കെ നമുക്ക് അങ്ങോട്ട് എടുക്കാം, നമ്മളുടെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റും. സോ അതൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കണം. നമുക്ക് വുഡൻ പ്ലാങ്ക്സ് ഒത്തിരി വേണ്ട, തൽക്കാലം നമ്മൾ ഇച്ചിരി വേണ്ടോണ്ട് ഈ ഒരു ഡ്രീമിൽ കട്ട് ചെയ്ത് നമുക്ക് ബാക്കി നമുക്ക് ഇതെടുക്കാം, സ്റ്റാൻഡ് എടുക്കാൻ പോവാം. ഓക്കെ പോവാം. സോ സാൻഡ് അപ്പുറത്താണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തില്ലെന്ന് തോന്നി. എനിക്ക് അത്രയും ഓർമ്മയില്ല. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡിൽ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, സ്ഥലം ഇരുണ്ട് കയറി കിടക്കുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ല, നല്ല ഇരുണ്ട് കയറി കിടക്കുവാണ്. നമുക്ക് സാൻഡ് കളിക്കാൻ മൈൻഡ് ചെയ്ത് പോവാം. എടാ സാൻഡ് നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ തെറ്റാണ്, ഞാനാണ് മറന്നത്. ഓക്കെ, എടാ ഈ പുതിയ എന്തോ മെറ്റലാണ്. ഓക്കെടാ, പുതിയ എന്തോ ഒരു മെറ്റൽ കിട്ടി. ക്ലേ ബോൾഡാ. ഓക്കെ, ക്ലേ ബോൾ നമുക്ക് ആവശ്യം ഒന്നും ഇല്ല. സത്യം എവിടെ നിൽക്കണ്ടേ? എനിക്ക് ഇങ്ങനൊരു ബണ്ട് കിട്ടുന്നത് നമുക്ക് ഒരെണ്ണം കിട്ടിയങ്ങ് അടയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള കോബിൾ സ്റ്റോൺ ഉണ്ടോ? ഇതെല്ലാം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അങ്ങനല്ല, സാധനം മാറിപ്പോയി. ഓക്കെ, നമുക്ക് ഇത് മൊത്തം ഇങ്ങനെ മൈൻഡ് ചെയ്ത് നമുക്ക് ഇതെല്ലാം ഞാൻ ഒരു 64 അല്ല, അതിൽ കൂടുതൽ വേണം. നമുക്കിപ്പം 22 ആയിട്ടുള്ളൂ. സോ ഇവിടുന്നൊന്നും പോരാ, ഇത് ഇത്രയൊന്നും പോരാ. നമ്മളൊരു വലിയൊരു ഹണി ബീ ഫാമാണ് ഉണ്ടാക്കുന്നത്. സോ ഹണി ബീ ഫാം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഹണി ബീ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇപ്രാവശ്യം നമ്മൾ അതേപോലെ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. ആൻഡ് അത് പറ്റുമോ എനിക്ക് അറിയത്തില്ല, നോക്കാം. അവിടെ ഈ ക്ലേ ബോൾ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നോക്കാം. ഇനി അങ്ങോട്ട് പോകുന്ന റിസ്ക് ആണ് കേട്ടോ. താഴോട്ട് നമുക്ക് മൈൻഡ് ചെയ്ത് പോയാലോ? താഴോട്ട് മൈൻഡ് ചെയ്യാം. ഓക്കെ, ഇത് കോബിൾ സ്റ്റോൺ ആണോ? താഴോട്ട് മൈൻഡ് ചെയ്യാൻ പാടാം. നമുക്ക് ഇവിടെ ഇത്രയും ക്ലിയർ ചെയ്ത് പോവാം. ഇനി അങ്ങോട്ടുണ്ട്, പക്ഷെ ഇനി അത്ര അങ്ങോട്ട് നമ്മൾ കുഴിക്കാത്ത നല്ല. അയ്യോടാ, ഞാനൊന്ന് മറന്നു പോയതാ. ഓക്കെ,
ഞാൻ അതാ പറഞ്ഞ അങ്ങോട്ട് കുഴിക്കാച്ചായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞതിന്റെ കാരണം അതാ. ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലത്തൊക്കെ നമുക്ക് ഇനി സാധനം കിട്ടത്തുള്ളൂ. സോ ബാക്കിയെല്ലാം നമ്മള് രാത്രിയാവുന്നടാ. ഇപ്പൊ നമ്മള് ചത്തേനെ. ഞാനിപ്പൊ നോക്കിയില്ലായിരുന്നെങ്കിൽ രാത്രിയാ. നമുക്ക് പോയാലോ? എടാ രാത്രിയാവല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒന്നും. രാത്രിയാവോ? വീട്ടിൽ കിട്ടോ. അപ്പോഴേ വീട്ടിൽ കിട്ടണം. നമുക്ക് ഈ ക്ലേ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും കൂടി നമുക്ക് നോക്കണം. സോ ഇത് ഭയങ്കര ഒരു വില്ലേജാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറെ ട്രീസും കുറെ ഇതും ഉപയോഗിച്ചു. നമുക്ക് ട്രീസൊക്കെ നമുക്ക് ഉപയോഗമുണ്ട്. സോ ഇതിപ്പോ പുതിയ അപ്ഡേറ്റ് ആണ് കേട്ടോ. ഭയങ്കര ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണിത്. അതായത് നമുക്ക് ഈ വുഡ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ താഴെ വീണ് കിട്ടും. സോ അപ്പൊ നിങ്ങള് ഇങ്ങനെ ഗെയിം പ്ലേ ഒക്കെ കാണുന്നത്, അതായത് നിങ്ങളിപ്പം പാൽ വേൾഡിന്റെ ഗെയിം പ്ലേ കാണുന്നത്, മാസ്റ്ററിന്റെ ഗെയിം പ്ലേ ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. പാൽ വേൾഡിനകത്ത് ഇതേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് താഴെ കിടന്ന് സ്റ്റിക്ക് കിട്ടത്തില്ല. അല്ല, സ്റ്റിക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. സ്റ്റിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ക്ലേ ബോൾ വെച്ച് നമ്മളുടെ 67 കൂടുതലാണ്. നമ്മളെ ചെസ്റ്റില് ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ചെസ്റ്റിനകത്തില്ലല്ലോ. നമുക്ക് നാളെ രാവിലെ പോയിട്ട് കുറച്ച് കോബിൾ സ്റ്റോണുകൾ മൈൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത രണ്ടാമത്തെ ഒരു ഫർണസ് കൂടി സെറ്റ് ചെയ്യാം. ഓക്കെ. സോ നമ്മള് ഉറങ്ങുന്നുണ്ട്. ഓക്കെ, രാവിലെ എണ്ണീറ്റു. ഓക്കെ. സോ നമുക്ക് കോബിൾ സ്റ്റോൺ കുറച്ച് മൈൻ ചെയ്തെടുക്കണം. ചെറുക്കൻ അവിടെ ചെയ്തിട്ടുണ്ട്. സ്കെലിട്ടൻ കുറേ ഉണ്ട് കേട്ടോ. സ്കെലിട്ടർ 10 ഒരെണ്ണം കാണും. ഒരു ടോർച്ച് അങ്ങ് വെച്ചു കൊടുത്താൽ പിന്നെ ഒരുത്തന്നെ ഇങ്ങോട്ട് വരത്തില്ല. നമ്മളുടെ അതായത് നമുക്കേ ഈ മൈൻക്രാഫ്റ്റിനൊക്കെ നമുക്ക് നമ്മൾ ഈ സോംബിയുടെ സ്ഥലങ്ങളെല്ലാം നമുക്ക് നമ്മളുടേതായിട്ട് എടുക്കണം കേട്ടോ. നമുക്കൊരു 16 അല്ലെങ്കിൽ 16 മതി. 10 ആയി ഓൾറെഡി. 1 2 3 4 5 6. ഓക്കെ, നേരെ പോട്ടെ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിളിനകത്ത് നമുക്ക് ഓക്കെ 2 ഫർണസ്. ഞാൻ പറഞ്ഞില്ലേ 2 ഫർണസ്. ഒന്ന് ഇവിടെയും ഇവിടെ. ഇതിനകത്ത് നമുക്ക് ഇത് കുറച്ച് വെക്കാം. ഇതിനകത്ത് ഇത് കുറച്ച് വെക്കാം. ഓക്കെ. അതിൻ്റെ ഇത് നമ്മൾ കത്തിക്കണമെങ്കിൽ നമുക്ക് ഇനി കോള് വേണം. നമുക്ക് ഈ വുഡൻ ഇത് തന്നെ നമുക്ക് കുറച്ച് മാറ്റി എടുക്കാം. ഓക്കെ. ബ്ലോക്സ് 72 ഉണ്ടാക്കാൻ പറ്റും. ഒരു 20 എണ്ണം ഇവിടെ കിടക്കട്ടെ. 20 എടുത്തിട്ട് ഇതിട്ടേക്കാം. ബാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം കൂടി നമുക്ക് ഇപ്പുറത്തിട്ടില്ലാതെ 52 എണ്ണം മതി. 67 എണ്ണത്തിന് 52 എണ്ണം വളരെ കൂടുതലാണ്. മറ്റേത് അത്രയും കൂടുതലാണ്. 20 എണ്ണത്തിന് 20 എണ്ണം. ഓക്കെ. അപ്പം നമ്മൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഗ്ലാസ് പ്രൊഡ്യൂസായി. ഇത് 2 ഗ്ലാസ്. ഇത് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്കേ ഈ ഗ്ലാസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ബാക്കി ഒരു ഹണി ഫാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഹണി വേണം. അപ്പോൾ ഹണി വേണമെങ്കിൽ നമുക്ക് ഈ പൂവുണ്ടോ, ഈ പൂ നമ്മളുടെ കൈ പിടിക്കാം. നിങ്ങളെ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ്, അതായത് നമ്മളെ ഹണി ബി ഫാം തുടങ്ങുന്നത്, അതായത് ഹണി ബി ബ്രീഡിംഗ് ഫാം തുടങ്ങുന്നതിന്
ഫസ്റ്റ് വീഡിയോ നിങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, അതിനകത്തുണ്ട്. അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പക്ഷെ അത് റിയൽ മൈൻക്രാഫ്റ്റ് അല്ലായിരുന്നു. ആൻഡ് അതുകൊണ്ട് നമുക്ക് റിയലി, അതായത് ശരിക്കുള്ള ഒരു ഇതല്ല കിട്ടിയത്. സോ നമുക്ക് ഇന്ന് പറ്റുമെങ്കിൽ നമുക്ക് ഹണി ബീ ഫാം ഉണ്ടാക്കാം. കാരണം ഹണി ബീ ഫാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഹണി വേണം. അപ്പോൾ ഈ ഹണി വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഫോറസ്റ്റിൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പുറത്തതിൽ നോക്കാം, നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്തൊക്കെ നോക്കാം. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ഇഷ്ടംപോലെ എക്സ്പ്ലോർ ചെയ്യാൻ കിടപ്പുണ്ട്. സോ ഇതിനകത്ത് നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുമില്ല. സോ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് എല്ലാം ഒന്ന് ഡിഫൈൻ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ താഴെ എത്തിയല്ലേ. ഓക്കെ, അപ്പം ഇനിയുള്ള സ്ഥലത്തൊക്കെ മിക്കവാറും കാണാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ഹണി ബി പറക്കുന്നുണ്ടെങ്കിൽ ഹണി ബി നമ്മളെടുത്തോട്ട് വരും. ഓക്കെ, പശു നിൽക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ അങ്ങനെ വലിയ കാടൊന്നും ഇല്ലാതെ നമുക്ക് മിക്കവാറും, അതായത് സാധാ ജംഗിളിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അതായത് ഞാൻ അന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ നിൽക്കും, അതായത് അപ്പം നമ്മളുടെ ടൈം കേൾണ്ടെന്നാണ് പറയുന്നത്. നമുക്കത് കുഴപ്പമില്ല. അപ്പം നമ്മളുടെ ഭയങ്കര സീരീസ് മിക്കവാറും നിർത്തേണ്ടി വരും കേട്ടോ. അതായത് നമുക്ക് റിയൽ മൈൻക്രാഫ്റ്റ് എനിക്ക് എടുക്കാനും പറ്റുന്നില്ല. നമുക്ക് താഴെ പോയി നോക്കണമെന്നുണ്ട്, താഴെ വരെ എത്തത്തില്ല. മുകളിലോട്ട് കയറിപ്പോയി നല്ലത്. ഇപ്പം നമ്മളിങ്ങനെ താഴെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി പോകണം, അല്ലെ, എവിടെയെങ്കിലും പോയി റീയനാവും. അത് ഭയങ്കര പണിയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു നൈറ്റിന് വേണ്ടി നമ്മൾ മിക്കവാറും നമ്മളെ ഗ്ലാസ് വരെ ഉണ്ടായി കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ, നമുക്ക് ഗ്ലാസ് വരെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നിർത്തിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. നമ്മള് വേറെ എവിടെ കണ്ടെത്തിയടാ? നിക്ക് നമുക്ക് വഴി മാറിപ്പോയെന്ന് തോന്നുന്നു. നിക്ക് നമുക്ക് ഇതിന്റെ മണ്ടയ്ക്ക് കയറാം. എനിക്ക് തോന്നുന്നു മീനായിട്ടാണ്, ഞാൻ പേടിച്ചു പോയി. ഓക്കെ, നമുക്ക് ഇതിന്റെ മേലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ശരിക്കും തോന്നുന്നു ഞാൻ വഴി മറന്നോന്നൊരു ഡൗട്ട്. ഇത് മൊത്തം കാടാണല്ലോ. നമ്മള് ഹണി തപ്പുമ്പോൾ നമ്മൾ മിക്കവാറും റീസ്പോൺ ആവേണ്ടി വരും. പണി കിട്ടി. ഏത് സ്ഥലമെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനിയൊരു സ്ഥലത്ത് ഞാൻ എത്തിയിട്ട് പോലും ഇല്ല. പണി 8 കിട്ടി. നമുക്കൊന്ന് ഇങ്ങോട്ടൊക്കെ പോയി നോക്കാം. എനിക്ക് അറിയത്തില്ല സ്ഥലം അറിയാത്തതല്ല മെയിൻ പ്രശ്നം. രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പാടെ തീരുന്നു. നമ്മൾ എപ്പം തത്തം ജയിച്ചാൽ മതി. ഓക്കെ, അടിയിലോട്ട് നമുക്ക് ലാവ ഉണ്ട്. സോ ലാവ വയ്ക്കുന്നു. ഓക്കെ, നമുക്കിപ്പം മൈൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പം നമ്മൾ ലൈഫ് പോകും. ഡെസ്റ്റിനേഷൻ കൊണ്ട് എത്തി. ഇല്ലടാ, ഇതിലേക്ക് ഇങ്ങോട്ടും വഴിയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇവിടെ കയറി ഇരുന്നിട്ടേ അതുകൊണ്ടാണ് നമ്മളുടെ വില്ലേജ്. ഞാൻ പേടിച്ചു പോയടാ ഒരു സെക്കൻഡത്തേക്ക്. സെക്കൻഡൊന്നും അല്ല, നല്ല രീതിക്ക് ഞാൻ പേടിച്ചു പോയി. ഓക്കെ, അപ്പം ഇവിടെ ഓക്കെ. സോ അപ്പോഴേ നമുക്കപ്പം ഇനി എന്ത് ചെയ്യാളെ. സോ അപ്പം നമ്മൾ അടുത്ത വീഡിയോ എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത സ്റ്റീല് ബ്രെയിൻ റോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്.
അങ്ങനെ തന്നെ അല്ലേ ഗൈസ്, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, സ്റ്റീൽ ബ്രെൻഡറോടാന്ന് തോന്നുന്നു. അത് കളിക്കാൻ നമ്മളുടെ കൂടെ നമ്മളെ ഫ്രണ്ടും വരും കേട്ടോ ഗൈസ്. അവൻ്റെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, അതിൻ്റെ കൂടെ ഞാൻ ഇട്ടേക്കാം. സോ അവൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ സോ അവൻ ഗെയിം പ്ലേ ഒന്നും ഇട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, കുറച്ച് ഷോർട്സ് ആണെന്ന് തോന്നുന്നു. എടാ ആ പണി 8ൻ്റെ എത്തി, പണി കിട്ടിയടാ, ഇത് പണിയാ. അന്ന് നമ്മൾ ഇതേപോലെയാണ് എൻഡ് ചെയ്തതെന്ന് തോന്നുന്നു. സോ ഗൈസ് അപ്പം നമുക്ക് വീടിനകത്തോട്ട് കയറാനും പറ്റുന്നില്ല. പണിയുണ്ട്. സോ ഗൈസ് അപ്പം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്, കാരണം എന്തായാലും നമ്മൾ കുറേ ചെയ്തു ഗൈസ്. അപ്പം സോ ഞാൻ മറ്റേതിന് കാണിക്കാൻ വിചാരിച്ചാണ്, കുഴപ്പമില്ല. സോ ഗൈസ് അപ്പം നമ്മളുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാറ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഗൈസ് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ കൊടുക്കാൻ മറക്കരുത്. അപ്പം ഗൈസ്